ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് BSO ക്ലാസ് 10 പാർട്ട് 2 ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പാർട്ട് 1 ലൈവ് കണ്ടതാണ് അല്ലേ? പാർട്ട് 1 ലൈവോട് വിൻഡോസ് സാർ എടുത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 2ലേക്ക് കയറാം. പാർട്ട് 1 എല്ലാവരും വൃത്തിക്ക് കാണണം, കാരണം നമ്മുടെ മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്സ് മൊത്തം നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തു? പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് കയറുന്നത്? അവിടെ മെക്കാനിക്സ് മൊത്തം ഡിസ്കസ് ചെയ്യും. ഇവിടെ ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇത്രയും ടോപ്പിക്സ് ആണ്. ഏതൊക്കെയാണ്? ഇലക്ട്രിസിറ്റി, effects of electric current, magnetic effects of electric current, work energy, power, sound. ഓക്കെ, ഈ 5 ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വർക്ക് എനർജി നമ്മുടെ മെക്കാനിക്സ് മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് ആ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഓക്കെ, റെഡി, ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്ത് പഠിച്ച് നോക്കാം. ഫസ്റ്റ് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് വരാം. ഇലക്ട്രിസിറ്റി. സോ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് വാട്ട് ഈസ് എ കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്താണ്? വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? നമുക്കറിയാം, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ? ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജസ്. സോ ഐ ക്യാൻ റൈറ്റ് ഇലക്ട്രിക് കറണ്ട് I is equal to Q divided by T. Electric current I is equal to Q divided by T, where Q is known as the charge, Q is known as the electric charge, Q is the electric charge, Q is the electric charge, and T is the time. T is the time. ഒരു ടി ടൈമിൽ എത്രമാത്രം ചാർജ് ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്നുണ്ടെന്ന് നമ്മൾ എന്ത് പറയുക? അതിനാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. സോ I is equal to Q divided by T. നമ്മൾ നോക്കേണ്ടത് ഓംസ് ലോ. എല്ലാവരും ഓർത്തിരിക്കണം, ഓംസ് ലോയുടെ ഇക്വേഷൻ എല്ലാവരും ആരും മറക്കരുത്. ഓംസ് ലോ എന്താണ്? V is equal to എന്താണ്? I into R ആണ്. വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ is equal to current times the resistance of the something അല്ല, റെസിസ്റ്റൻസ്, സർക്യൂലർ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടും. ദാറ്റ് ഈസ് V is equal to I into R. V is equal to I into R. സാർ സൗണ്ട് ക്യാൻസൽ ചെയ്തതല്ലേ? എന്ത് പറ്റി? സൗണ്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല, സൗണ്ട് വേവ്സ്. അപ്പോൾ പ്രധാനമായിട്ട് വേവ്സ് എന്ന് പറയാം. സൗണ്ട് വേവ്സ് എന്തുകൊണ്ട് നമ്മൾ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ക്യാൻസൽ ചെയ്തിട്ടില്ല, സൗണ്ട് ഉണ്ട്, സൗണ്ടും വേവ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് ഇനി നമ്മുടെ റെസിസ്റ്റർ കോമ്പിനേഷൻസ് നോക്കണം. റെസിസ്റ്റർ കോമ്പിനേഷൻസ് നോക്കണം. രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യാം. എന്തൊക്കെയുണ്ട്? സീരീസ് കോമ്പിനേഷൻസ് ഉണ്ട്, സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. ശരിയാണല്ലോ? പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. സോ എന്താ സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സീരീസ് കോമ്പിനേഷൻ? എന്താ സീരീസ് കോമ്പിനേഷൻ? രണ്ട് റെസിസ്റ്റർ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് റെസിസ്റ്ററിനെ ഞാൻ ഒരു റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിൽ നിന്ന് വേറെ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിലുള്ള കണക്ഷനാണ് നമ്മൾ എന്ത് പറയുക? സീരീസ് കോമ്പിനേഷൻ എന്ന് പറയും. ഈ ഒരു രീതിയിലുള്ള കണക്ഷനാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുക. സോ ഇത് റെസിസ്റ്റൻസ് R1 ആണ്, ഇത് R2 ആണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ പറയാൻ പറ്റും? ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R effective is equal to R1 plus R2. സോ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? രണ്ട് റെസിസ്റ്ററിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് R effective is equal to R1 plus R2. സിമിലർലി ഇൻ കേസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ, എന്താ? രണ്ട് റെസിസ്റ്ററും രണ്ടും കോമൺ പോയിന്റ്സിലാണ് കണക്ട് ചെയ്യുക. രണ്ട് റെസിസ്റ്ററും കോമൺ പോയിന്റ്സിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നോക്കിക്കേ, ഈ രണ്ട് റെസിസ്റ്ററും എന്ത് ചെയ്തിട്ടുണ്ട്? സെയിം പോയിന്റ്സ്, അതായത് കോമൺ പോയിന്റ്സിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? ഈ അറേഞ്ച്മെൻറ്റ് നമ്മൾ എന്ത് പറയുക? പാരലൽ കോമ്പിനേഷൻ എന്ന് പറയും. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം. സോ ഇത് R1 ആണ്, ഇത് R2 ആണ്. സോ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം. സോ ഇൻ കേസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ, ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ 1 divided by R effective is equal to 1 divided by R1 plus 1 divided by R2. 1 divided by R1 plus 1 divided by R2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇലക്ട്രിസിറ്റി എന്ന പോർഷനിൽ നോക്കേണ്ടത്. സോ എന്ത് നോക്കുക? കോമ്പിനേഷൻസ് നോക്കുക, പിന്നെ എന്താ? ഓംസ് ലോ നോക്കുക, അതുപോലെ തന്നെ കറണ്ട് എന്താണ്? കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? Q divided by T. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പോർഷൻസിൽ നിങ്ങൾ നോക്കേണ്ടത്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഫസ്റ്റ് വൺ വായിച്ച് നോക്കിക്കോ. എ കറണ്ട് ഓഫ് 1 milliampere is flowing through a copper wire. How many electrons will pass through the given point in 1 second? So കറണ്ട് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? കറണ്ട് I is equal to 1 milliampere ആണ്. കറണ്ട് I is equal to 1 milliampere ആണ്. How many electrons will pass through a given point in 1 second? So ടൈം പറഞ്ഞിട്ടുണ്ട്. ടൈം T is equal to എത്രയാണ്? 1 second ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ആ ഒരു കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്നു എന്നാണ് കാണേണ്ടത്. കാണാവോ? കണ്ടു നോക്കിക്കേ. എന്താ ചെയ്യുക? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ?
ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ചാർജ് കാണാം. എങ്ങനെ ചാർജ് കാണുക? വി നോ ദാറ്റ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്. അല്ലെ, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്. അവിടെ നമുക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഐ എത്രയാണ്? 1 മില്ലി ആംപിയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻³ മില്ലി ആംപിയർ നിങ്ങൾ എന്ത് ചെയ്യണം? ആംപിയറിലേക്ക് മാറ്റുക. സോ 1 ഇൻറ്റു 10⁻³ ഇനി എന്ത് ചെയ്യുക? ടൈം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. സോ ഇൻറ്റു 1. സോ എത്രയും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ കൂളമാണ് നമ്മുടെ ടോട്ടൽ ചാർജ് വരിക. ദാറ്റ് ഈസ് ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു 10⁻³ കൂളം. ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു 10⁻³ കൂളം. ഇനി എന്ത് ചെയ്യണ്ടേ? പറഞ്ഞു നോക്കി. നമുക്ക് എന്താ കാണണ്ടേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാണേണ്ടത് അല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാണേണ്ടത്. നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടി. എന്ത് ചെയ്യണം? നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് n ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് അല്ലേ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ഇവിടെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയുക. അതായത് ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഇൻറ്റു ചാർജ് ഓഫ് 1 പാർട്ടിക്കിൾ. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും അല്ലേ? സോ നമ്പർ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഇൻറ്റു ചാർജ് ഓഫ് 1 പാർട്ടിക്കിൾ ആരാ? ഇലക്ട്രോൺ ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ വിൽ ഗിവ് യു ദ ടോട്ടൽ ചാർജ് ക്യൂ. അങ്ങനെയാണെങ്കിൽ എന്ത് കാണാം? എനിക്ക് എന്താ കാണണ്ടേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാണേണ്ടത്. therefore നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്യൂ ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാം. therefore നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി റിട്ടേൺ ആസ് ക്യൂ ഡിവൈഡഡ് ബൈ ഇ. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എത്രയാ? ക്യൂ ഈസ് ഈക്വൽ ടു 10⁻³ ആണ്. ഡിവൈഡ് ബൈ ഇലക്ട്രോണിക് ചാർജ് എത്രയാണ്? ക്വസ്റ്റിനിൽ പറഞ്ഞിട്ട് എത്രയാണ്? ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻³ കൂളമാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻³ കൂളം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറഞ്ഞാൽ 6.75 ഇൻറ്റു 10⁻⁻⁹ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 15 വരും അല്ലേ? സോ 6.75 ഇൻറ്റു 10⁻⁵. ദിസ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ക്ലിയർ ആണോ? സോ 6.75 6.25 ആണ്. 6.25 ഇൻറ്റു 10⁻⁵ എണ്ണം അല്ല, 6.25 ഇൻറ്റു 10⁻⁵ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ആ ഒരു കണ്ടക്ടറിൽ കൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുക. ക്ലിയർ ആണോ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? റിപ്ലൈ ഇട്ടേ എല്ലാവരും. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അല്ലേ? വേറെ ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ നല്ലൊരു ക്വസ്റ്റൻ ആണ്. നോക്കുക. ഫൈൻഡ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് എ ബി. നല്ലൊരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, സോ ഫൈൻഡ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് എ ബി. എൻ്റെയും ബിക്കും അക്രോസ് ഉള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എനിക്ക് കാണണം. സർക്യൂട്ട് നോക്കിയേ, കാണാൻ പറ്റുമോ? ഓക്കെ, കാണുമ്പോൾ വളരെ സിമ്പിൾ സർക്യൂട്ട് തോന്നും, പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് വേറൊരു മെത്തേഡിലാണ്. ശ്രദ്ധിക്കുക, നോക്കിക്കേ. ഞാനിതിനെ ഇപ്പുറത്തേക്ക് വരയ്ക്കാം, ശ്രദ്ധിക്കണേ. സോ ഇത് എ ആണ്, ഇത് റെസിസ്റ്റർ ഉണ്ട്, വേറൊരു റെസിസ്റ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, വേറൊരു പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഒരു 2 ohm റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, കണക്ട് ചെയ്തു. ഇവിടെ വേറൊരു 2 ohm റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ വേറൊരു 2 ohm റെസിസ്റ്റർ രണ്ടിന് പാരലായിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? പിന്നെ വേറൊരു 2 ohm റെസിസ്റ്റർ ഉണ്ട് അല്ലേ, വേറൊരു 2 ohm റെസിസ്റ്റർ ഉണ്ട്. ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയാണുള്ളത്, ശരിയല്ലേ? സോ നമ്മുടെ സർക്യൂട്ട് ഇതാണ് സർക്യൂട്ട്, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ പോയിൻറ്റ് എ, ഇതാണ് നമ്മുടെ പോയിൻറ്റ് ബി, ശരിയല്ലേ? സർക്യൂട്ട് നോക്കിക്കേ അല്ലേ. സോ 2 ohm ഉണ്ട്, ഇവിടെ തന്നെ വരയ്ക്കാൻ കുഴപ്പമില്ല. സോ നോക്കിക്കേ, ഒരു എയും ബിയും 2 പോയിൻറ്റ്സ് ഉണ്ട്. ഇടയ്ക്ക് എത്ര ഉണ്ട്? 1 2 3 4 5 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. 5 2 ohm റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നിങ്ങൾ കാണുമ്പോൾ തോന്നും നിങ്ങൾക്ക് ഇത് രണ്ടും സീരിയസ് ആണ്, അതിനോട് ഇത് പാരലാണെന്ന് കണ്ടാൽ തോന്നും. പക്ഷേ അങ്ങനെയാണോ? അല്ല. കാരണം എന്താ? അതിൻ്റെ ഇടയ്ക്ക് ഒരു വയർ വേസ്റ്റ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റില്ല? ഇത് രണ്ടും സീരിയസ് ആക്കിയും അതിനോട് പാരലാക്കി ഇത് എടുക്കാൻ പറ്റില്ല. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് വേറൊരു മെത്തേഡിലാണ്. ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ പോയിൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്യാം. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എ ആണ്, ഇത് പോയിൻറ്റ് എ ആണ്, ഇത് പോയിൻറ്റ് ബി ആണ്, ശരിയാണല്ലോ? പോയിൻറ്റ് എയും ബിയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
ഇത് എ ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റ് എന്ത് തന്നെയായിരിക്കും എ തന്നെയായിരിക്കും. കാരണം എന്താ, ഇതെല്ലാം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടിങ് വയർ ആണ്. കണ്ടക്ടിങ് വയറിലുള്ള എല്ലാ പോയിന്റ്സും എന്തായിരിക്കും, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇത് എ ആണെങ്കിൽ ഇത് ഇതിന് കൊടുക്കാം എനിക്ക്, ഇവിടത്തെയും പോയിന്റ് എ തന്നെയായിരിക്കും. കാരണം ഇതെല്ലാം എന്താണ്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എ ആണെങ്കിൽ ഇവിടെയും വോൾട്ടേജ് എത്രയായിരിക്കും, എ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും, എ തന്നെയായിരിക്കും. ഇത് നോക്കിയേ, ഇത് ബി ആണെങ്കിൽ ഈ പോയിന്റ് എന്ത് തന്നെയായിരിക്കും, ബി തന്നെയായിരിക്കും. ശരിയാണല്ലോ, ഈ പോയിന്റ് ബി തന്നെയായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം, ഈ സർക്യൂട്ട് ഞാൻ മാറ്റി വരയ്ക്കാൻ പോകണം. നമുക്ക് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു, സി. ഈ പോയിന്റ് മാർക്ക് ചെയ്ത് ഇത് സി, ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് എ ആണെങ്കിൽ ഈ പോയിന്റ് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും, ഇത് സി ആയിരിക്കും. ഇത് സി ആണെങ്കിൽ ഇതും സി ആയിരിക്കും. കാരണം എന്താ, ഇത് രണ്ടും സെയിം പോയിന്റ്സ് ആണ്. കാരണം ഒരു കണ്ടക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്ത പോയിന്റ്സ് ആണ്. സോ ഇത് സി ആണെങ്കിൽ ഈ പോയിന്റ് സി ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്യൂട്ട് ഞാൻ മാറ്റി വരയ്ക്കാം. സർക്യൂട്ട് ഞങ്ങൾക്ക് മാറ്റി വരയ്ക്കാം. സോ ഓക്കെ, ഞാൻ ആ പോയിന്റ്സ് എഴുതാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ് എ. സ്ഥലം ക്ലിയർ ആണോ? സർക്യൂട്ട് മാർക്ക് ചെയ്ത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കണം കേട്ടോ, പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോകണം. സോ ഞാൻ ആദ്യം എ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു സി പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്. ഞാൻ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തു, എ, ബി, സി. ഇത് നോക്കിയേ, ഈ 2 ഓം റെസിസ്റ്റർ എടുക്കും. ഫസ്റ്റ് കേസിൽ ഈ 2 ഓം റെസിസ്റ്റർ എടുക്കാം. ഈ റെസിസ്റ്റർ എടുക്കാം. ഈ റെസിസ്റ്റർ ആർക്കിടയ്ക്കാലുള്ളേ, എയിൻ്റെയും സീൻ്റെ അക്രോസ് അല്ലേ ഉള്ളത്. നോക്കുക, ഈ 2 ഓം റെസിസ്റ്റർ ഉള്ളത് എയിൻ്റെയും സീൻ്റെയും അക്രോസ് ആണ്. ശരിയാണല്ലോ. സോ ഞാൻ അത് ഇപ്പുറത്ത് മാറ്റി വരയ്ക്കുന്നു. എയിൻ്റെയും സീൻ്റെ അക്രോസ് ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്. എയിൻ്റെയും സീൻ്റെ അക്രോസ് ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തെടുത്തോ. അടുത്ത റെസിസ്റ്റർ ഏതാ? അപ്പോൾ ഞാൻ ഇത് വരച്ചു, ഈ റെസിസ്റ്റർ ഞാൻ വരച്ചു കേട്ടോ, ഈ റെസിസ്റ്റർ ഞാൻ വരച്ചു. അടുത്ത ഏതാ, ഈ റെസിസ്റ്റർ, ഈ 2 ഓം റെസിസ്റ്റർ എടുക്കുക. ഇത് ആർക്ക് അക്രോസ് ഉള്ളത്, ഈ പോയിന്റ് എ ആണ്, ഇത് സി ആണ്. സോ ഈ റെസിസ്റ്റർ എവിടെയാണ് ഉള്ളത്, എയ്ക്കും സിക്കും അക്രോസ് ആണ് എന്തുള്ളത്, ഈ 2 ഓം റെസിസ്റ്റർ ഉള്ളത്. സോ എന്ത് ചെയ്യുക, അതിന് പാരലാക്കി വേറൊരു 2 ഓം റെസിസ്റ്റർ വരയ്ക്കാം. സോ അടുത്ത 2 ഓം റെസിസ്റ്റർ ഇവിടെ തന്നെയാണ് ഉള്ളത്, എയ്ക്കും സിക്കും അക്രോസ് തന്നെയാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് പാരലായിട്ട് ഞാനൊരു 2 ഓം റെസിസ്റ്റർ വരച്ചു. കാരണം ഈ 2 ഓം റെസിസ്റ്റർ എവിടെയുള്ളത്, ഈ 2 ഓം റെസിസ്റ്റർ നോക്കുക, ഈ 2 ഓം റെസിസ്റ്റർ ഉള്ളത് എയ്ക്കും സിക്കും അക്രോസ് തന്നെയാണ്. സോ എന്ത് ചെയ്യുക, ഞാൻ ആ 2 ഓം റെസിസ്റ്റർ എയ്ക്കും സിക്കും അക്രോസ് വരച്ചു. ഇനി അടുത്ത്, അപ്പോൾ ഇതും വരച്ചു. ഇനി അടുത്ത് ഏതാ, ഈ റെസിസ്റ്റർ, ഈ 2 ഓം റെസിസ്റ്റർ വേറെയുണ്ട്. ഈ റെസിസ്റ്റർ ആർക്കിടയിലുള്ള എയിനും ബിനും അക്രോസ് ആണുള്ളത് അല്ലേ. അപ്പം എ ഇതാണ്, ബി ഇതാണ്. സോ എന്ത് ചെയ്യുക, എയ്ക്കും ബിക്കും അക്രോസ് വേറെ റെസിസ്റ്റർ വരയ്ക്കാം. സോ ഇതും 2 ഓം ആണ്, ഇതും 2 ഓം ആണ്. ഓക്കെ, ഇനി അടുത്ത് വരച്ചു. അപ്പോൾ ഞാൻ ഇതും വരച്ചു, ഈ റെസിസ്റ്റർ ഞാൻ വരച്ചു, ഇതും വരച്ചു. ഇനി അടുത്ത് ഏതാ, അടുത്തത് സിക്കും ബിക്കും അക്രോസ് ഉള്ള ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട് അല്ലേ. ഇത് നമുക്ക്, ഈ റെസിസ്റ്റർ ഇതിന് അക്രോസ് ഉള്ള ഇത് സി ആണ്, ഇത് ബി ആണ്. സോ ഇത് റെസിസ്റ്റർ എവിടെയുള്ള സിക്കും ബിക്കും അക്രോസ് ആണ്. സോ സിക്കും ബിക്കും അക്രോസ് ഉള്ള ഒരു 2 ഓം റെസിസ്റ്റർ ഞാൻ വരയ്ക്കുന്നു. സോ സിക്കും ബിക്കും അക്രോസ് ഉള്ള വേറൊരു 2 ഓം റെസിസ്റ്റർ ഞാൻ വരച്ചു. ഇതിൻ്റെ റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഇനി അടുത്ത് നോക്കിക്കാം മക്കളെ, നോക്കി ലാസ്റ്റ് റെസിസ്റ്റൻസ് ഏതാ, ഈ 2 ഓം റെസിസ്റ്റർ. ഇത് ആർക്ക് അക്രോസ് ഉള്ളത്, ഈ പോയിന്റ് സി ആണ്, ഈ പോയിന്റ് ബി ആണ്. സോ ഈ 2 ഓം റെസിസ്റ്റൻസ് ഉള്ള ആർക്കിടയിലാണ്, സിനും ബിക്കും അക്രോസ് ആണ്. സോ ഞാൻ അതും വരയ്ക്കുന്നു. സോ സിക്കും ബിക്കും അക്രോസ് വേറെ റെസിസ്റ്ററും വരയ്ക്കാൻ പോവാണ്, അതും വരച്ചു. ഇത് 2 ഓം ആണ്. ഇനി നോക്കിയേ, സർക്യൂട്ട് സിമ്പിളായില്ലേ. നോക്കിക്കേ, സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് മാറി. നോക്കുക, ഇത് പോയിന്റ് സി ആണ്, ഇത് പോയിന്റ് ബി ആണ്, ഇത് പോയിന്റ് എ ആണ്. ഇനി നോക്കി, നിങ്ങൾക്ക് ചെയ്തില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ, ചെയ്ത് നോക്കിക്കേ എത്ര വരും. എനിക്ക് കാണേണ്ടത് R എഫക്റ്റീവ് ആണ് കാണേണ്ടത്. ചെയ്ത് നോക്കിക്കേ എന്ത് വരും, ചെയ്ത് നോക്ക് എന്ത് വരും മക്കളെ. നോക്കിക്കേ, ഈ 2 റെസിസ്റ്റർ പാരലാണല്ലേ, ഈ 2 റെസിസ്റ്റർ പാരലാണ്. അതുപോലെ തന്നെ ഈ 2 റെസിസ്റ്ററും പാരലാണ്. സോ ഇതിന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്ത് വരും, ദിസ് ഈസ് 2, ഇത് 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്. ഓക്കെ, സോ 2 ഓം 2 ഉണ്ട്, ഇവിടെ 2 ഓം ഉണ്ട്. രണ്ടും എന്താണ്, പാരലൽ കോമ്പിനേഷൻ ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/2 + 1/2 1 വരും. Therefore the R effective in this case is 1. അതുപോലെ തന്നെ ഈ കേസിലോ ഈ 2 റെസിസ്റ്റർ എന്താണ്, പാരലൽ കോമ്പിനേഷൻ ആണ്. സോ എന്ത് ചെയ്യുക, നെറ്റ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ 1/2 + 1/2 ആ കേസിൽ അത് വരും, 1 വരും. സോ ഞാൻ സർക്യൂട്ടിനെ മാറ്റി വരയ്ക്കുകയാണ്. സോ എൻ്റെ പോയിന്റ് എ എടുത്തു, ഇത് പോയിന്റ് എ ആണ്, ഇത് പോയിന്റ് ബി ആണ്, ഇടയ്ക്കൊരു പോയിന്റ് സി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എയ്ക്കും സിക്കും അക്രോസ് ഉള്ള ഈ 2 റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് വാല്യൂ എടുത്തു. ദാറ്റ് ഈസ് എത്രയാണ് വന്നത്, 1 ആണ് വന്നത്, 1 ഓം ആണ് വന്നത്. സോ ഇത് 1 ഓം, ഇത് 1 ഓം. അതുപോലെ തന്നെ ഈ 2 ഓം സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. അതിൻ്റെ എഫക്റ്റീവ് എടുക്കുമ്പോൾ എത്ര വരും, 1 ഓം വരും. ഞാനതും മാർക്ക് ചെയ്തു, ഇതും 1 ഓം തന്നെയാണ്, അത് ഞാൻ മാർക്ക് ചെയ്തു, 1 ഓം. കഴിഞ്ഞോ? ഇല്ല, ആരും കൂടി ഉണ്ട്.
എയ്ക്കും ബിക്കും അക്രോസ് വേറൊരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, അതും ഞാൻ വരയ്ക്കുന്നു. സോ എയ്ക്കും ബിക്കും അക്രോസ് വേറൊരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, അതും കൂടെ ഞാൻ വരയ്ക്കുന്നു. ഇതാണ് എൻ്റെ 2 ഓം റെസിസ്റ്റർ. എയ്ക്കും ബിക്കും അക്രോസ് ഉള്ള ഒരു 2 ഓം റെസിസ്റ്റർ ഞാൻ വരച്ചു. ഓക്കെ, എയ്ക്കും ബിക്കും അക്രോസ് ഉള്ള വേറൊരു 2 ഓം റെസിസ്റ്റർ ഞാൻ വരച്ചു. ഇനി എന്ത് ചെയ്യാം നോക്കിക്കേ, എനിക്ക് കാണേണ്ടത് എയ്ക്കും ബിക്കും അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്, ശരിയല്ലേ? അപ്പോൾ എനിക്ക് സി പോയിന്റ് വേണോ? വേണ്ട. ഇനി നോക്കിക്കേ, ഈ 1 ഓം എന്താ സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരും 1 + 1 2 ആണ്. സോ ആ 2ഉം ഈ 2ഉം എന്താ പാരലൽ കോമ്പിനേഷൻ അല്ലേ? ശ്രദ്ധിക്കണേ, ഈ 1ഉം എന്താണ് സീരീസ് ആണ്, അല്ല ഈ 1ഉം ഈ 1 ഓം സീരീസ് ആണ്. എഫക്റ്റീവ് എടുക്കുമ്പോൾ 1 + 1 സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ R1 + R2 ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഓം എന്ന് കിട്ടും. ആ 2 ഓമും ഈ 2 ഓമും എന്താ പാരലൽ കോമ്പിനേഷൻ ആണ്. എഫക്റ്റീവ് എടുക്കുമ്പോൾ എന്താ 1/2 + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. Therefore അങ്ങനെ പറയാം, therefore the effective resistance is equal to 1 ohm എന്ന് കിട്ടും. Effective resistance is equal to 1 ohm എന്ന് കിട്ടും. It's clearly 1. സിമ്പിൾ അല്ലേ? It's clearly 1. ശരിയാണ്, it's clearly 1 ആണ്. സിമ്പിൾ അല്ലേ? ഓക്കെ, 4/3 അല്ല. 4/3 എങ്ങനെ വരിക? ശ്രദ്ധിക്കുക, വീഡിയോ ഒന്നുകൂടെ കാണും കേട്ടോ. 4/3 അല്ല വരിക, 1 ohm ആണ് വരിക. ക്ലിയർ ആയിട്ട് ചെയ്യണം. ഇത് ഈ മെത്തേഡ് വേണം ചെയ്യാൻ, തെറ്റിക്കരുത് കേട്ടോ. സിമ്പിൾ അല്ലേ? ഇറ്റ്സ് ക്ലിയർലി 1. കറക്റ്റ് ആണ്, 1. ഓക്കെ, ഇറ്റ്സ് 1. ഓക്കെ ഫൈൻ, 1 ആണ് വരിക കേട്ടോ. സിമ്പിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്കിനി അടുത്തൊരു പോർഷനിലേക്ക് പോകാം. നെക്സ്റ്റ്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഒരു റെസിസ്റ്ററിൽ കൂടെ ഐ എമൗണ്ട് ഓഫ് കറണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദർ വിൽ ബി എ പവർ ലോസ്. ശരിയാണല്ലോ, കാരണം റെസിസ്റ്റർ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും, നമ്മുടെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പവർ അവിടെ ഹീറ്റായിട്ട് ലോസ് ചെയ്യും, അല്ലെ? കുറച്ച് പവർ അവിടെ ഹീറ്റായിട്ട് ലോസ് ചെയ്യും. ആ പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? പവർ ലോസ്റ്റ് ഇൻ എ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു I² R. Power lost in a case of a resistor is given by P is equal to I² R ആണ്. സിമിലർലി ഈ പവർ എന്താണ് റിലീസ് ചെയ്യുന്നത്? ഹീറ്റായിട്ട് റിലീസ് ചെയ്യുന്നത് അല്ലേ? സോ ഇൻ ദിസ് കേസ് ഹീറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? I² RT. സോ ഒരു ടി ടൈം എടുക്കുവാണെങ്കിൽ ആ ടി ടൈമിൽ ഈ റെസിസ്റ്റർ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ എത്രയാ? ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് ഈക്വൽ ടു H ഈസ് ഈക്വൽ ടു I² RT. ഇതിൻ്റെ ഒരു പേര് വിളിക്കുക, ഇതിനെ എന്താ വിളിക്കുക? H ഈസ് ഈക്വൽ ടു I² RT. ഇതെന്താ ഇക്വേഷൻ? എന്താ ഇക്വേഷൻ? ദിസ് ഈസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അല്ല, ഇതിനെ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയാം. ദിസ് ഈസ് ദ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ദാറ്റ് ഈസ് H ഈസ് ഈക്വൽ ടു I² RT. സോ when I amount of current, when I ampere of current flows through a resistor, the power loss is equal to I² R and the heat loss is equal to I² RT. ക്ലിയർ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിക്കേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A current of 3 ampere flows through the 2 ohm resistor as shown in the circuit. The power dissipated in the 1 ohm resistor കാണണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കറണ്ട് ഉണ്ട്, 3 ആംപിയർ കറണ്ട് എന്ത് ചെയ്യുന്നു? 2 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നു. സോ 2 ഓം റെസിസ്റ്ററിലൂടെ ഒരു 3 ആംപിയർ കറണ്ട്, ഇതിലൂടെ ഒരു 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ 1 ഓം റെസിസ്റ്റർ കാണണം. ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ 1 ഓം റെസിസ്റ്റർ കാണണം. എങ്ങനെ കാണുക? കാണാൻ പറ്റുമോ മക്കളെ നിങ്ങൾക്ക്? ഓക്കെ, കാണാൻ പറ്റുമോ? സോ പവർ ലോസ്ഡ് ഇക്വേഷൻ എന്താ? പവർ ഡിസിപ്പേറ്റഡ് ഇക്വേഷൻ എന്താ? നമ്മൾ പറഞ്ഞു പവർ ഡിസിപ്പേറ്റഡ് P is equal to ഇക്വേഷൻ എന്താ? I² R ആണ്. പവർ P is equal to I² R ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് ഇവിടുത്തെ പവർ കാണണ്ടേ? പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ 1 ഓം റെസിസ്റ്റർ. ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറാണ് നമുക്ക് കാണേണ്ടത്. ശരിയാണല്ലോ, 1 ഓമിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറാണ് എനിക്ക് കാണേണ്ടത്. ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ കാണണമെങ്കിൽ എന്ത് വേണം? അവിടെ റെസിസ്റ്റൻസ് വേണം, നമുക്കറിയാം 1 ഓം ആണെന്നറിയാം. അതുമാത്രമല്ല എന്ത് വേണം? കറണ്ടിൻ്റെ വാല്യൂ വേണം. കറണ്ട് അറിയാമോ നമുക്ക്? ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? കറണ്ട് കാണണം. സർ, ഐ ഹാവ് എ ഡൗട്ട്. ഇഫ് ദ പ്രൊപ്പോർഷണൽ ടു ഹീറ്റ്, വൈ ഡസ് ആപ്ലിക്കേഷൻ ഓവർ ഹീറ്റ് ആസ് ടൈം പാസസ്? ചോദ്യം എന്താ? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹീറ്റ്, വൈ ഡസൻ ദ ആപ്ലിക്കേഷൻ ഗോട്ട് ഓവർ ഹീറ്റ് ആസ് ടൈം പാസ്? ഓവർ ഹീറ്റ് ആവുന്നില്ലേ? ഓവർ ഹീറ്റ് ആവുന്നുണ്ടല്ലോ. അയച്ചു നോക്ക്, ഒരു ബൾബ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു നല്ല പവർ ലോസ് ഉള്ള ബൾബ് എടുക്കുന്നു. പണ്ടത്തെ ബൾബ് അറിയോ നിങ്ങൾക്ക്? 100 വാട്ടിൻ്റെ ബൾബ് അറിയോ? ആ ബൾബ് എടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറേ നേരം സർക്യൂട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്യും? അതിൻ്റെ പുറത്ത് തൊട്ട് പോകാൻ നല്ല ചൂടുണ്ടാവില്ലേ? പവർ ലോസ് ഉണ്ട്. സോ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടൈം ആണ് കേട്ടോ. ടൈം കൂടുമ്പോൾ ഹീറ്റിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും.
നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ നല്ലൊരു പവർ ലോസ് ഉള്ള ബൾബ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം കൂടുന്നതനുസരിച്ച് ബൾബിൻ്റെ പുറത്ത് തൊട്ട് നോക്കുമ്പോൾ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. തൊട്ട് നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോരെ. സോ പവർ ലോസ്റ്റ് ഇൻ 1 ohm റെസിസ്റ്റർ ഈസ് ഗിവൺ ബൈ I² R ആണ്. സോ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കണ്ടുപിടിക്കണം, അല്ലേ? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കണ്ടുപിടിക്കണം. എങ്ങനെ കാണാം നോക്ക്. സർക്യൂട്ടിൽ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഈ 2 ohmൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 3 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്സിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് കാണാമല്ലോ. കറണ്ട് അറിയാം, റെസിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to I into R ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to I into R ആണ്. ഓക്കെ, നോക്കിക്കേ, I എത്രയാണ്? I 3 ആംപിയർ ആണ്. R എത്രയാണ്? 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? I 3 ആണ്. സോ 3 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വോൾട്ട്. സോ നമുക്ക് കിട്ടി ഇതിൻ്റെ അക്രോസ് ഉള്ള ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഒന്ന് A, ഒന്ന് B, അല്ലേ? ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ട് എന്ന് കിട്ടി. ശരിയാണല്ലോ? ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് 5 എന്ന് കിട്ടി. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 5 ആണ്. അതാണെങ്കിൽ ഈ 4 ohmൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? 5 ആയിരിക്കും, അല്ലേ? സോ ഈ 1 ohm 5 ohm. അപ്പം ഇതിലൂടെയുള്ള ഇതിൻ്റെ എഫക്റ്റീവ് ഉള്ള ഇതിൻ്റെ അക്രോസ് ഉള്ള പോയിന്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതെന്താ? A' കൊടുത്തു. ഈ A', B'. ഓക്കെ, ഈ A'-നും B'-നും ഇടയ്ക്കുള്ള വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 5 വോൾട്ട് ആണ്. കാരണം എന്താ? ഇവന്മാരെല്ലാം സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് ഉള്ളത്. കാരണം എന്താ? നോക്കി, ഇവന്മാരെല്ലാം കണ്ടിരിക്കുന്നത് സെയിം പോയിന്റ്സിലല്ലേ. സോ ഇവ കണ്ടിരിക്കുന്നത് നോക്കി, ഈ 3 റെസിസ്റ്ററും ഈ 3 നെറ്റ്വർക്ക് കണ്ടിരിക്കുന്നത് സെയിം പോയിന്റ് എയിലാണ്. ഇവിടെയോ അതുപോലെ തന്നെ സെയിം പോയിന്റ് ബിയിലാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയ്ക്കുള്ള വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. സോ ദ വോൾട്ടേജ് അക്രോസ് ദിസ് നെറ്റ്വർക്ക്, ഈ A'-ൻ്റെയും B'-ൻ്റെയും ഇടയ്ക്കുള്ള നെറ്റ് വോൾട്ടേജ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വോൾട്ട് വരും. 5 വോൾട്ട് വരും. സോ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടി. നമുക്ക് എന്താ വേണ്ടേ? ഇതിലൂടെ പോകുന്ന കറണ്ടാണ് വേണ്ടത്. എന്ത് ചെയ്യാം? കറണ്ട് I ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് കറണ്ടാണ്. സോ കറണ്ട് I ഈസ് ഈക്വൽ ടു എന്തെടുക്കുക? V ഡിവൈഡഡ് ബൈ R. കറണ്ട് I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R. ദാറ്റ് ഈസ് ഈക്വൽ ടു V എത്ര ക്വസ്റ്റ്യൻ കിട്ടിയ? V എത്ര? 5 വോൾട്ട് ആണല്ലേ? V ഈസ് ഈക്വൽ ടു 5 വോൾട്ട് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഏതെടുക്കണം? 5 ഉണ്ട്, 1 ഉണ്ട്. 5ൻ്റെയും 1ൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എത്ര? 5 വോൾട്ട് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? അങ്ങനെയാണ് റെസിസ്റ്റൻസ് എടുക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കണ്ടേ? സോ എത്ര വരും? 5 + 1 എത്ര വരും? 6 വരും. ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 6 വരും. 6 ohm. സോ 5 + 1 6 ohm വരും. സോ ദ കറണ്ട് എത്ര വരും? കറണ്ട് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. കറണ്ട് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 6 വരും. ക്ലിയർ ആണോ? സോറി, ഇവിടെ എന്താ വരിക? 3 × 2 അല്ലേ? 3 × 2 എത്ര? 6 അല്ലേ? സോറി കേട്ടോ, 3 × 2 6 ആണ് വരിക. സോ ഇവിടെ എത്ര വരും? 6 തന്നെ വരും. ഇവിടെയും 6 തന്നെയാണ് വരിക. സോ 6 വോൾട്ട് ഡിവൈഡഡ് ബൈ 6 ohm ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. സോ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ohm റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ എത്രയാണ്? ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആണ് കിട്ടി. ഇനി പവർ ലോസ് കാണാമല്ലോ. കണ്ടോ എന്ത് വരും? പവർ ലോസ് കണ്ടോ? പവർ ലോസ് ഈസ് ഈക്വൽ ടു I² R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, നമുക്ക് കറണ്ട് കിട്ടി. കറണ്ട് എത്രയാണ്? 1 ആണ്. സോ പവർ ലോസ് അക്രോസ് ദ 1 ohm റെസിസ്റ്റർ, therefore the power lost across the 1 ohm resistor is given by P is equal to I എത്രയാണ്? അതിലൂടെ പോകുന്ന കറണ്ട് എത്രയാ? 1 ആംപിയർ ആണ്. സോ 1² ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാ? റെസിസ്റ്റൻസ് 1 ohm ആണ്. സോ 1 that is equal to 1 watt. So power dissipated in the 1 ohm resistor is given by P is equal to 1 volt എന്ന് കിട്ടും. ക്ലിയർ ആണോ? 1 volt. യെസ്, കറക്റ്റാണ്. പ്രിയ ഹരിദാസ് കറക്റ്റാണ് കേട്ടോ. 1 volt ആണ്. റാണി കറക്റ്റാണ് കേട്ടോ. 1 volt. സിമ്പിൾ അല്ലേ? ചെയ്യാമല്ലോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ? ചെയ്തുകൂടെ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ. അടുത്ത നമുക്ക് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുക്കുന്നു. എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിലൂടെ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ മുകളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുക. എന്ത് ചെയ്യണം?
തമ്പ് നമ്മുടെ കറണ്ട് ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫിംഗേഴ്സ് കളി ഡയറക്ഷനിലേക്ക് ആരുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ അല്ലേ, ഇങ്ങനെയായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ കറണ്ട് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ഈ ഒരു പ്ലെയിൻ എടുക്കുവാണെങ്കിൽ കറണ്ട് മുകളിലേക്കാണ്. സോ അതിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ ഇങ്ങനെ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ, അതിന് പെർപെൻഡിക്കുലർ വേറെ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ ഈ പ്ലെയിനിലായിരിക്കും ആരുണ്ടാവുക, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിക്കണം. നിങ്ങളൊന്ന് നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അതുപോലെ തന്നെ ഒരു ഇൻഡക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ഇൻഡക്ടറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡക്ടർ ഞാനൊരു DC സോഴ്സിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നും കൂടെ നോക്കി വെക്കുക. ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കുക കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ പോർഷനിൽ നോക്കേണ്ടത്. ഒരു ഇൻഡക്ടറിൻ്റെ കേസ് നോക്കുക, അതുപോലെ തന്നെ ഒരു കറണ്ട് കാരിയും സ്ട്രെയിറ്റ് വയറിൻ്റെ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒറ്റയടിക്ക് കിട്ടും. ഉത്തരം പറഞ്ഞു. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ് ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് വിൽ ബി. എന്ത് വരും? പറഞ്ഞു. എന്ത് വരും? The direction of magnetic lines of force close to a straight conductor carrying current will be. എന്തായിരിക്കും വരിക? ട്രയാങ്കുലർ വരുമോ? ഇല്ല, നമുക്കറിയാം ട്രയാങ്കിൾ എന്തായാലും വരില്ല അല്ലേ, ട്രയാങ്കിൾ എന്തായാലും വരില്ല. പിന്നെ റേഡിയലി ഔട്ട്വേർഡ് ആണോ? റേഡിയലി ഔട്ട്വേർഡ് ആണോ? അല്ല. പുറത്തേക്കാണോ ഔട്ട്വേർഡ് ചെയ്യുന്നത്? അല്ല. സോ തേർഡ് ഓപ്ഷൻ വായിച്ച് നോക്കിയേ, സർക്കുലർ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ കണ്ടക്ടർ. അതല്ല ശരി, കാരണം ഞാൻ കറണ്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ എടുക്കുന്നു, ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ പ്ലെയിൻ എടുക്കുവാണ്. ഈ പ്ലെയിനിലായിരിക്കും ആരുണ്ടാവുക, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. സോ the magnetic field lines will be circular in a plane perpendicular to the conductor. Option Z ആണ് വരിക. The magnetic field lines will be circular in a plane perpendicular to the conductor. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വർക്ക് എനർജി പവറിലേക്ക് വരാം. ഓക്കെ, ഇതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് വാട്ട് ഈസ് വർക്ക് എന്താ? വർക്ക് എന്ന് പറയുന്നത്, വർക്ക് ഈസ് ആക്ച്വലി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിച്ചാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, അവിടെ വർക്ക് ഡൺ നടക്കുകയുള്ളൂ. ഞാൻ ഒരു സ്ഥാനത്ത് പിടിച്ച് തള്ളുകയാണ്, ഇവിടെ മൂവ്മെൻറ്റ് ഇല്ല, അങ്ങനെയാണ് വർക്ക് ഡൺ ഉണ്ടോ? ഇല്ല. ഇൻ ഫിസിക്സ് വർക്ക് ഡൺ മീൻസ് ഇഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് then only it can be called as a work. ഫിസിക്സിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വർക്കായിട്ട് പരിഗണിക്കുക. ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഞാൻ ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, പക്ഷേ എന്ത് ചെയ്തില്ല, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തില്ല. അതാണ് വർക്ക് ഡൺ എത്രയാ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 വരും. അതായത് മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ, വർക്ക് ഡൺ ഉണ്ടാവുള്ളൂ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വർക്ക് എനർജി പവറിൽ അടുത്ത് പഠിക്കേണ്ട എനർജിയാണ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 എനർജീസാണ്. എന്തൊക്കെയാണ്? ഒന്ന് കൈനറ്റിക് എനർജി. എന്താ? ദ എനർജി പൊസസ്ഡ് ബൈ എ മൂവിങ് ബോഡി. അല്ലെ, ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². m എന്താ? m is the mass of the body. v എന്താ? v is the velocity of the body. So kinetic energy is the energy possessed by a moving object. So where energy എന്താ? അടുത്ത എനർജി എന്താ? it is the potential energy. എന്താ potential energy എന്ന് പറഞ്ഞാൽ the energy stored in the body ആണ് potential energy പറയുന്നത്. the energy stored in the body is known as the potential energy. ഇക്വേഷൻ വരിക mgh ആണ്. potential energy is equal to mg into h. m എന്താണ്? m is the mass of the body. g എന്താണ്? g is the acceleration due to gravity ആണ്. h എന്താണ്? h is the height. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി വേണ്ടത് നമുക്ക് എന്താ? പവർ അല്ലേ? സോ വാട്ട് ഈസ് പവർ? പവർ ഈസ് ഈക്വൽ ടു എന്താ വരിക? എനർജി ബൈ ടൈം ആണ്. പവർ ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ് വരിക. Power is equal to energy divided by time. It can be either potential energy or kinetic energy. Okay, it depends upon the situation. Situation അനുസരിച്ച് എന്താവാം? എനർജി എന്താവാം? കൈനറ്റിക് എനർജി ആവാം, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വരാം, കുഴപ്പമില്ല. സോ പവർ ഈസ് ബേസിക്കലി പവർ ഈസ് ഈക്വൽ ടു എന്താണ്? എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ് വരിക. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കി, ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. പവർ ഓഫ് എ വാട്ടർ പമ്പ് ഈസ് 2 kW.
if G is equal to 10 meter per second square, the amount of water it can raise in 1 minute to a height of 10 meter is. The power of a water pump is 2 kilowatt. If G is equal to 10 meter per second, the amount of water it can raise in 1 minute to a height of 10 meter is. ചെയ്യാൻ പറ്റുമോ? നോക്കിക്കേ, ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഓക്കെ, കിട്ടുന്നുണ്ടോ? നോക്കിക്കേ. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? ഇക്വേഷൻ പറയാം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? പവറിൻ്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. പവറിൻ്റെ ഇക്വേഷൻ എന്താ? പവർ പി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം, എനർജി അല്ലെ, പവർ പി ഇസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ്. എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, ഇനി എനർജിയുടെ ഇക്വേഷൻ എന്താ? വാട്ട് ഈസ് എനർജി? ഇവിടെ എന്ത് എനർജി യൂസ് ചെയ്യണ്ടേ? ഓക്കെ, ദ വർക്ക് ഡൺ power of water pump is 2 kilowatt ആണ്. If G is equal to 10 meter per second, the amount of water it can raise in 1 minute to a height. ഞാൻ എന്ത് ചെയ്യണം? വാട്ടറിനെ ഒരു 10 മീറ്റർ മുകളിലേക്ക് ഉയർത്താൻ വേണ്ട പവർ. അപ്പോൾ 10 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ എന്താ എനർജിയാ? എനർജി അവിടെ സ്റ്റോർ ചെയ്യപ്പെടണ്ടേ? സോ എന്ത് എനർജി വേണം അവിടെ? പൊട്ടൻഷ്യൽ എനർജിയാണ് വേണ്ടത്. ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി E is equal to, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി is equal to എന്താ ഇക്വേഷൻ? mgh അല്ലേ? എനിക്ക് വാട്ടറിനെ 10 മീറ്റർ ഉയർത്താൻ വേണ്ട എനർജിയാണ് വേണ്ടത്. എന്താ? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? സോ പവറിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്ത് വരും? പവർ പി ഇസ് ഈക്വൽ ടു എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു mgh ആണ്. സോ mgh ഡിവൈഡഡ് ബൈ ടി. സോ പവർ പി ഇസ് ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എം പറഞ്ഞിട്ടുണ്ടോ? മാസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ജി പറഞ്ഞിട്ടുണ്ടോ? ജി പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റും പറഞ്ഞിട്ടുണ്ട്, ടൈമും പറഞ്ഞിട്ടുണ്ട്, പവറും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല? മാസ് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താ കാണണ്ടേ? എമൗണ്ട് ഓഫ് വാട്ടർ ആണ് കാണേണ്ടത്. സോ നമുക്ക് മാസിന് എന്ത് മാറ്റാം? മാസിന് എങ്ങനെയാക്കാം നോക്കാം. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു എന്താ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ശരിയല്ലേ? ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അവിടുന്ന് മാസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. അവിടുന്ന് മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് പവറിൻ്റെ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് പവർ പി ഇസ് ഈക്വൽ ടു, മാസ് ഇവിടെ നിന്ന് കൊടുക്കുക, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ ടി. സോ എനിക്ക് എന്താ കാണണ്ടേ? എനിക്ക് കാണേണ്ടത് എമൗണ്ട് ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ആണ് കാണേണ്ടത്. എനിക്ക് കാണേണ്ടത് വി ആണ്. സോ എന്ത് ചെയ്യുക? ഇക്വേഷനെ വി ടേംസിലേക്ക് മാറ്റുക. അവിടെ നിന്ന് വി ഇസ് ഈക്വൽ ടു എന്ത് വരും? പി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റോ ജി എച്ച്. പി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റോ ജി എച്ച്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, പി എത്ര വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പവർ വന്നിട്ടുണ്ടോ? പവർ 2 കിലോ വോൾട്ട് ആണ്. സോ 2 ഇൻറ്റു കിലോ വോൾട്ടിന് എന്ത് ചെയ്യണം? വാൾട്ടിലേക്ക് വരണം. സോ 10⁻³ ഇൻറ്റു ടൈം എത്ര വന്നിരിക്കുന്നത്? ടൈം 1 മിനിറ്റ് ആണ്. സോ എന്ത് ചെയ്യുക? മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുക. സോ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണ്. സോ 60 ഡിവൈഡഡ് ബൈ എന്ത് വരും? റോ എത്രയാ? ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ആണ് വരും. ഓർത്തിരിക്കുക കേട്ടോ. ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ആണ് വരിക. ഓക്കെ, 1000 ആണ് വരിക. 1000 യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ, മാസ് പെർ വോളിയം അല്ലേ. സോ മാസ് എത്രയാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1000 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരും ദാറ്റ് ഈസ് 2 ഇൻറ്റു 10⁻³ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു എന്താ? ജി എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 10 ആണ്. സോ 10. സോൾവ് ചെയ്ത് എത്ര വരും? സോ 10. ഓക്കെ, സോൾവ് ചെയ്ത് എത്ര വരും? ദാറ്റ് ഈസ് വോളിയം ഓഫ് വാട്ടർ ഈസ് ഗിവൺ ബൈ, therefore വോളിയം വി ഈസ് ഈക്വൽ ടു എന്ത് വരടാ? 10⁻³ 1000 കട്ട് ചെയ്ത് പോയിക്കോളും. പിന്നെന്താ ഉള്ളത്? ഒരു 10ഉം 60 കട്ട് ചെയ്ത് പോയിക്കോളും. പിന്നെ ആരാ ഉള്ളത്? 6 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10. 6 ഇൻറ്റു എത്രയാണ്? 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 എന്ന് വരും. 1.2 മീറ്റർ ക്യൂബ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 മീറ്റർ ക്യൂബ് എന്ന് വരും. എനിക്ക് വേണ്ടത് വോളിയമാണ്. വോളിയത്തിന് എന്തൊക്കെ മാറണം? ലിറ്ററിലേക്ക് മാറണം. എങ്ങനെ മാറ്റാം? മീറ്റർ ക്യൂബിന് എങ്ങനെ ലിറ്ററിലേക്ക് മാറ്റാം? സോ 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു എത്രയാ? 10⁻³ ലിറ്റർ അല്ലേ? 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻³ ലിറ്റർ ആണ് വരിക. ശരിയല്ലേ? അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. therefore 1.2 meter cube is equal to 1.2 meter cube is equal to 1.2 into 10⁻³ that is equal to 1200 liter.
the volume of water is equal to 1200 ലിറ്റർ ഓർ 1200 ലിറ്റർ എന്ന് വരും. 1.2 അല്ല, 1.2 എന്താണ്? 1.2 മീറ്റർ ക്യൂബാണ്. എനിക്ക് വേണ്ടത് മീറ്റർ ക്യൂബിലല്ല, എനിക്ക് വേണ്ടത് ലിറ്ററിലാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻³ ലിറ്റർ ആണ്. ദെർഫോർ വോളിയം ഈസ് ഈക്വൽ ടു 1200 ലിറ്റർ എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് വൺ വേറൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്, വായിച്ച് നോക്കണം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. എ ബോഡി ഈസ് റിലീസ്ഡ് ഫ്രം ഹൈറ്റ് എച്ച് എലോങ് എ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബോഡീനെ ഇവിടുന്ന് റിലീസ് ചെയ്യുന്നു. ഫിഗർ നോക്കണേ. എ ബോഡി ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച് എലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു ബോഡീനെ റിലീസ് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ബോഡീനെ റിലീസ് ചെയ്യുന്നു. ഇവിടെ എൻ്റെ ബോഡി ഉള്ളത്. ഞാൻ ഇവിടുന്ന് ഒരു ബോഡീനെ റിലീസ് ചെയ്യുന്നു. ഒരു ബോഡീനെ റിലീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബോഡി ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു എന്നാണ് അർത്ഥം. ശരിയല്ലേ? റെസ്റ്റിലിരിക്കുമ്പോൾ ഏത് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എന്ത് വരും? ഇവിടെയുള്ള എനർജി എത്രയാണ്? mgh ആണ്. അവിടെ തന്നെ കിട്ടി എന്താ? ദ എനർജി ഓഫ് ദ ബോൾ ബിഫോർ റിലീസിങ്. എന്നാൽ ഈ ബോളിനെ റിലീസ് ചെയ്തതിന് മുന്നുള്ള എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? mgh. സോ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ബിഫോർ റിലീസിങ് ഈസ് ഈക്വൽ ടു എന്താ? mgh വരും. കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല. കാരണം എന്തായിരുന്നു? ഫസ്റ്റ് കേസ് ഞാൻ എന്ത് ചെയ്യുക, ബോളിനെ റിലീസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? mgh ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഫോർ വാട്ട് മിനിമം ഹൈറ്റ് ദ ബോഡി വിൽ കംപ്ലീറ്റ് റെവല്യൂഷൻ ഇൻ ദ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി, ഈ ബോൾ എന്ത് ചെയ്യണം? ഈ ബോൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തണം. ഒരു സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഒരു സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യണം, നമുക്കറിയാം. ഒരു വെർട്ടിക്കൽ സർക്കിൾ എടുക്കുവാണെങ്കിൽ, ഒരു ബോഡി വെർട്ടിക്കൽ സർക്കുലർ മോഷൻ വിധേയമാകുമ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി, ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √5gr ആണ്. ഇവിടെയുള്ള വെലോസിറ്റി ഏറ്റവും ലോവർ മോസ്റ്റ് പോയിന്റിൽ ഇവിടെയുള്ള വെലോസിറ്റി എത്രയാണ്? √5gr ആണ് വരിക. ഇവിടെ വെലോസിറ്റി √5gr ആണ് വരിക. ഇവിടെ വെലോസിറ്റി എത്രയാണ് വരിക? ഇവിടെയുള്ള √3gr ആണ് വരിക. ഇവിടെ √3gr ആണ് വരിക. അപ്പോൾ മുകളിൽ എത്ര വരും പറയാൻ പറ്റുമോ? 5gr 3gr. സോ ഏറ്റവും മുകളിൽ എത്ര വരും? ഏറ്റവും മുകളിൽ √gr. സോ when a body is undergoing a vertical circular motion, the minimum velocity needed to complete the vertical circular motion is given by, at the lowermost point it is velocity is equal to √5gr, at the middle point velocity is equal to √3gr, and the topmost point velocity is equal to √gr. velocity is equal to √gr. ഇത് നോക്കിയേ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ബോഡിനെ ഞാൻ h ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഈ ബോഡി എന്ത് ചെയ്യണം? ഈ ബോഡി താഴേക്ക് വന്നിട്ട് ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് വേണ്ട മിനിമം ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാണാം? Conservation law of energy. Energy can be converted from one point to another. Energy can neither be created nor be destroyed, but it can be converted from one form to another. എനർജി എനിക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനർജിനെ നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ സാധിക്കില്ല. എന്ത് ചെയ്യുക? കൺസർവേഷൻ ലോ ഓഫ് എനർജി എടുക്കുക. സോ ഇവിടെ നോക്കിയേ, ഈ കേസിൽ എന്ത് എനർജി മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബോൾ ഇവിടുന്ന് താഴേക്ക് വരുന്നു. റിലീസ് ചെയ്ത് താഴേക്ക് വരുന്നു. സോ ഇവിടെ എത്തുമ്പോഴോ ഇവിടെ നോക്കിക്കേ, ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 0 ആണ്. സോ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല. ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായി പൊക്കോളും? 0 ആയിട്ട് പൊക്കോളും. അപ്പോൾ അവിടെ ഏത് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ആണ് അല്ലേ? ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ½ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? കൺസർവേഷൻ ഓഫ് എനർജി എടുക്കുക. ഞാൻ 2 പോയിന്റ് മാർക്ക് ചെയ്യാം. ഇവിടെ എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം. Okay, so by applying the conservation of energy at A and B, at point A and B, the energy at A എന്ത് മാത്രമേ ഉള്ളൂ? It is the potential energy and it is given by mgh. So mgh should be equal to എന്തായിരിക്കണം? should be equal to energy at B ആരാ? അവിടെ കൈനറ്റിക് എനർജി മാത്രമുള്ള വാല്യൂ എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv².
സോ എം ജി എച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇനി ഇപ്പുറത്തേക്ക് വാ. ഒരു ബോഡി ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട മിനിമം വെലോസിറ്റി അറ്റ് ദ ബോട്ടം പോയിന്റ് എത്രയാണ് വേണ്ടത്? √5gr ആണ് അല്ലേ. ഒരു ബോഡി ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട മിനിമം വെലോസിറ്റി അറ്റ് ദ ബോട്ടം പോയിന്റ് എത്രയാണ് വേണ്ടത്? √5gr ആണ്. സോ എന്ത് ചെയ്യുക? ഇവിടെ വെലോസിറ്റി പറയുന്നത് കൊടുക്കുക, √5gr കൊടുക്കുക. സോ കൊടുത്തോ, അവിടെ എന്ത് വരും? ദാറ്റ് ഈസ് എം ജി എച്ച് ഇസ് ഈക്വൽ ടു, അവിടെ നിന്ന് എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിക്ക് വരുന്നത് കൊടുക്കുക, വിക്ക് പകരം √5gr കൊടുക്കുക. സോ √5gr അതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് എം കട്ടായി പോയിക്കോളും. ഇവിടെ നമുക്ക് ഹൈറ്റിന് ഇക്വേഷൻ കിട്ടും. ഈ ജീന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹൈറ്റിന് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്ക്വയർ ഉണ്ട്, റൂട്ട് ഉണ്ട്, എന്താ പോയിക്കോളും? ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ആര് വരും? ദാറ്റ് ഈസ് ഇൻറ്റു 5gr വരും. സോ അവിടെ നിന്ന് എന്താ? ഈ ജിയും കട്ട് ചെയ്ത് പോയിക്കോളും. അവിടെ നമുക്ക് ഹൈറ്റ് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5/2r. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5/2r, or I can write this again, this is equal to 2.5r. So the minimum height required for the ball to complete a vertical circular motion is given by h is equal to 2.5 times the radius of the circle. Simple അല്ലേ? So it is equal to h is equal to 2.5 times the radius of the circle. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. കുഴപ്പമില്ലല്ലോ, അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ ഫൈൻ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, സൗണ്ടിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് വേവുകൾ എന്താണെന്ന് നോക്കണം. നമുക്കൊരു വേവ് എന്താണെന്ന് നോക്കാം. ഒരു വേവ് എന്താണെന്ന് നമുക്കറിയാലോ അല്ലേ? ഒരു വേവ് എന്താണെന്ന് ആദ്യം നോക്കാം. ഞാനൊരു വേവിന് വരയ്ക്കാം. ഒരു വേവ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു വേവ് വരച്ചു. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്തൊക്കെ ഡിഫൈൻ ചെയ്യണം? ആദ്യം വാട്ട് ഈസ് ടൈം പീരീഡ്? എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്? ടൈം പീരീഡ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താ? ഇറ്റ്സ് എ ടൈം ടേക്കൻ ഫോർ വൺ വേവ് ടു കംപ്ലീറ്റ് ദ ഒരു വേവിന് ഒരു സ്ഥലത്തൂടെ കടന്നു പോകുന്ന ടൈമിന് നമ്മൾ എന്ത് പറയുക? ടൈം പീരീഡ് എന്ന് പറയുക. സോ ഇതാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ടി. ഇതാണ് നമ്മുടെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ടൈം റിക്വയർഡ് ഫോർ മൂവിങ് ഓഫ് ഒരു കംപ്ലീറ്റ് വേവിന് മൂവ് ചെയ്യുമ്പോൾ ടൈമിനാണ് നമ്മൾ എന്ത് ടൈം പീരീഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വേവ്. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഉണ്ട്. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പഠിച്ച കാര്യമാണല്ലേ. ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രമാത്രം വേവുകൾ ഒരു പ്രത്യേക പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതിന് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. സോ ഫ്രീക്വൻസി can be written as frequency is equal to 1 divided by time period. സോ ഫ്രീക്വൻസി is equal to 1 divided by time period ആണ്. അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്. ഫ്രീക്വൻസി എഫ് is equal to velocity divided by wavelength lambda. Frequency f is equal to velocity of the wave in a given medium divided by wavelength. ഇവിടെ ലാംഡ എന്താണ്? ലാംഡ is known as the wavelength. ലാംഡ is known as the wavelength. വേവിൻ്റെ നീളം, ഒരു വേവിൻ്റെ നീളം എത്രയായിരിക്കും? നോക്കിയേ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇതിന് നീളം, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത്, ഇതിനാണ് നമ്മൾ എന്താ പറയുക? വേവ് ലെങ്ത് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ വേവ്. സോ ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത്. So the frequency can be written as frequency is equal to velocity of the wave in a given medium divided by the wavelength. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ച് നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് വേവ്സ് ഓഫ് എ വേവ് ലെങ്ത് ലാംഡ ട്രാവലിംഗ് ഇൻ വൺ മീഡിയം with a speed of v meter per second enter into another medium where its speed is 4v meter per second. Wavelength of the sound wave in the second medium is. ചെയ്യാൻ പറ്റുമോ? സോ സൗണ്ട് വേവ് ഓഫ് വേവ് ലെങ്ത് ലാംഡ, സൗണ്ട് വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്, is traveling in a medium with a speed v meter per second
enter into another medium where its speed is 4v meter per second. The wavelength of the sound wave in the second medium. എന്താ പറയുന്നത്? രണ്ട് ഡിഫറെൻറ്റ് മീഡിയം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? ഒരു വേവ്, ഒരു സൗണ്ട് വേവ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറെ മീഡിയത്തിലേക്ക് പോയി. ഓക്കെ, സോ ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. ദിസ് ഈസ് മീഡിയം 2. ഓക്കെ, എന്ത് ചെയ്തു? ഒരു സൗണ്ട് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് മൂവ് ചെയ്തു. സോ ഈ ഫസ്റ്റ് മീഡിയത്തിലുള്ള വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി വി ആണ് അല്ലേ? ഫസ്റ്റ് മീഡിയത്തിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ആണ്, വേവ് ലെങ്ത് ലാംഡയാണ്. ഓക്കെ, സെക്കൻഡ് മീഡിയത്തിലുള്ള സ്പീഡ് എത്രയാണ്? 4v ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാംഡയാണ്, പുതിയ ലാംഡയാണ് എനിക്ക് കാണേണ്ടത്. ഞാൻ ലാംഡ ഡാഷ് എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് കാണേണ്ടത് എന്താ? ഇവിടുത്തെ സെക്കൻഡ് മീഡിയത്തിലെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ ഡാഷ് ആണ് എനിക്ക് കാണേണ്ടത്. എങ്ങനെ കാണാം പറഞ്ഞോ? എങ്ങനെ കാണാൻ പറ്റുക? ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് വരിക? സോ വെൻ എ വേവ് ട്രാൻസ്ഫേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ എന്താ വരിക? ദ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എഫ് ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു വേവ് എന്തായിരുന്നു? ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ വെൻ എ വേവ് ട്രാൻസ്ഫേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി ചെയ്തുകൂടെ? ഫ്രീക്വൻസി ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ലാംഡയാണ്. സോ പറഞ്ഞിട്ടുണ്ട് രണ്ട് കേസിലുള്ള ഫ്രീക്വൻസി എന്താണ്? സെയിം അല്ലേ? സോ എന്ത് വിളിക്കാം? ഇതിനെ ഫ്രീക്വൻസി എഫ് എന്ന് വിളിച്ചു. സോ എഫ് ഷുഡ് ബി ഈക്വൽ ടു ഇവിടുത്തെ ഫ്രീക്വൻസി എഫ് ഡാഷ് എന്ന് വിളിച്ചു. സോ ഫ്രീക്വൻസി ഓഫ് മീഡിയം 1 എഫ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് മീഡിയം 2 അതിന് ഞാൻ എഫ് ഡാഷ് എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് എഫ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഡാഷ്. ശരിയല്ലേ? എഫ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഡാഷ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് എന്താ? എഫ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എന്താ? വി ഡാഷ് ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മീഡിയത്തിലെ സ്പീഡ് എത്രയാണ്? വി അല്ലേ? സോ ഫസ്റ്റ് മീഡിയത്തിലെ സ്പീഡ് വി തന്നെയാണ്. സോ വി ഡിവൈഡഡ് ബൈ വേവ് എത്രയാണ്? ലാംഡയാണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു സെക്കൻഡ് മീഡിയത്തിലെ സ്പീഡ് എത്രയാണ്? 4 times വി അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4v ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ്. 4v ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ് ആണ്. ഇവിടുന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വി കട്ട് ചെയ്ത് കളയാം. അവിടുന്ന് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു 4 times ലാംഡ എന്ന് കിട്ടും. അവിടുന്ന് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു 4 times ലാംഡ എന്ന് കിട്ടും. ക്ലിയർ ആണോ? യെസ്, 4 times ലാംഡയാണ്. കറക്റ്റ് ആണ്, 4 times ലാംഡയാണ്. സിമ്പിൾ അല്ലേ? സോ ഇതാ ന്യൂ ഫ്രീക്വൻസി അല്ലെങ്കിൽ the wavelength of the second medium is given by 4 times the wavelength of the first medium എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. അതൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ട് ആരും പേടിക്കേണ്ട, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ട് ആരും കിളി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. വായിക്കാൻ കുറച്ചുണ്ട്. ആദ്യം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. എ സ്മോൾ ബ്ലോക്ക് ഈസ് കണക്റ്റഡ് ടു വൺ എൻഡ് ഓഫ് എ മാസ്ലെസ് സ്പ്രിംഗ് ഓഫ് അൺസ്ട്രെച്ച്ഡ് ലെങ്ത് 4.8 meter. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു സ്പ്രിങ്ങിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു മാസ് കണക്ട് ചെയ്തു. ഓക്കെ, ദ അതർ എൻഡ് ഓഫ് ദ സ്പ്രിങ് ഈസ് ഫിക്സഡ്. അത് അതർ എൻഡാണ് ഫിക്സ് ആണ്. ഒരു സ്പ്രിങ് എടുത്തു, അത് ഒരു എൻഡ് ഫിക്സ് ആണ്, മറ്റെൻഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു മാസ് കണക്ട് ചെയ്തു. ഓക്കെ, ഒരു മാസ് കണക്ട് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സിസ്റ്റം ലൈസ് ഓൺ എ ഹോറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് സർഫേസ്. ഇവിടെ എന്തെടുക്കേണ്ട ആവശ്യമില്ല, ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഫ്രിക്ഷൻലെസ് സർഫേസ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിക്ഷനെ നെഗ്ലക്ട് ചെയ്യാം. ദ ബ്ലോക്ക് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 0.4 meter. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബ്ലോക്കിനെ 0.4 meter സ്ട്രെച്ച് ചെയ്യുന്നു. ഞാൻ ഈ ബ്ലോക്കിനെ 0.4 meter സ്ട്രെച്ച് ചെയ്യുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുന്നു. ആൻഡ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് അറ്റ് t ഈസ് ഈക്വൽ ടു 0. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബ്ലോക്കിനെ ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നു, എന്നിട്ട് അറ്റ് t ഈക്വൽ ടു 0 സെക്കൻഡ് ഞാൻ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? t ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ഈ ബ്ലോക്കിനെ സ്ട്രെച്ച് ചെയ്തു, എന്നിട്ട് വിടുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് then executes simple harmonic motion with angular frequency pi by 3 radian. എന്ത് ചെയ്യുന്നു?
അവിടുന്ന് അതെന്ത് ചെയ്യും, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷന് വിധേയമാവും. വിത്ത് ആൻ ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണ്? ആംഗുലാർ ഫ്രീക്വൻസി π/3 റേഡിയൻ ആണ്. സൈമൾട്ടേനിയസ്ലി ഏകദേശം അതേ സമയത്ത് തന്നെ അറ്റ് t=0 എ സ്മോൾ pebble is projected with v as shown from a point at an angle of 45 degree as shown in the figure. ഏകദേശം അതേ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ പേബിൾ എന്ത് ചെയ്യുന്നു, projected upward with an angle of 45 degree as shown in the figure. Okay, the point P is at a horizontal distance of 10 meter from O. ഈ P എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും 10 മീറ്റർ ദൂരെയാണുള്ളത്. If the pebble hits the block at t=1, then the value of V. If the pebble hits the block at t=1, the value of V ആണ് എനിക്ക് കാണേണ്ടത്. കാണാൻ പറ്റുമോ? സോ നമുക്ക് ഈ ഫിഗർ വലുതാക്കാം. ഓക്കെ, ഫിഗർ കാണാമോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഫിഗർ ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സ്പ്രിങ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്പ്രിങ്ങിലേക്ക് ഒരു മാസ് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ സ്പ്രിങ്ങിനെ വലിച്ചു വെക്കുന്നു. എത്ര വലിക്കുന്നേ? ഞാൻ ആ സ്പ്രിങ് എത്ര വലിച്ചു? ഓക്കെ, ബ്ലോക്ക് ഈസ് കണ്ടക്ട് മാസ് സ്പ്രിങ് ഓഫ് ഓക്കെ 0.4 മീറ്റർ വലിച്ചു. അല്ല, ഞാൻ അതിനെ ഒരു 0.4 മീറ്റർ വലിച്ചു വെക്കുന്നു. അപ്പോൾ ഞാനൊരു സ്പ്രിങ് എടുത്തു. ഒരു സ്പ്രിങ് ഒരു എൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്പ്രിങ്ങിനെ ആദ്യം ഇവിടെ പോയി ഇവിടെയായിരുന്നു മാസ്, ആദ്യം ഇവിടെ ഉണ്ടെന്ന് പറയാം. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ 0.4 മീറ്റർ ഇപ്പുറത്തേക്ക് വലിക്കുന്നു. സോ ആദ്യം മാസ് ഇവിടെയായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു 0.4 മീറ്ററിൽ സ്ട്രെച്ച് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 0.4 മീറ്റർ സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അത് കാരണം എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബോഡി എന്ത് ചെയ്യും, ഓസിലേഷന് വിധേയമാവും. ശരിയാണല്ലോ? ഇറ്റ് എക്സിക്യൂട്ട്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓസിലേഷൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏകദേശം അതേ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു പേബിള് മുകളിലേക്ക് ഒരു ഗോട്ടി, ഒരു ചെറിയ ബോൾ കസ് ചെയ്തു. ഒരു ബോൾ ഞാൻ എന്ത് ചെയ്തു, മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. 45 ഡിഗ്രി ഞാൻ എന്ത് ചെയ്തു, ഒരു പേബിൾ ഞാൻ എന്ത് ചെയ്തു, മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അറ്റ് t=1 സെക്കൻഡിൽ ഈ പേബിളും ഈ ബ്ലോക്കുമായിട്ട് കൂട്ടിയിടിച്ചു. അങ്ങനെയാണെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ പേബിൾ ആണ് എനിക്ക് കാണേണ്ടത്. എങ്ങനെ കാണാം? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ എനിക്ക് എയ്തർ ഐ ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ എ സൈൻ ഫംഗ്ഷൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ. എനിക്ക് എന്ത് ചെയ്യാം, x= ഒന്നെങ്കിൽ a sin ωt എന്നോ, അല്ലെങ്കിൽ x= a cos ωt എന്നോ എനിക്ക് എഴുതാൻ സാധിക്കും. I can write x= a sin ωt or by other equation by using a cos function, that is x= a cos ωt. സോ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനെ ഐ ക്യാൻ എയ്തർ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ എ സൈൻ ഫംഗ്ഷൻ ഓർ ബൈ എ കൊസൈൻ ഫംഗ്ഷൻ. ഇവിടെ ഞാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? സൈൻ വേണോ കൊസൈൻ വേണോ? നോക്കിക്കേ, ഞാൻ ആ ബോഡീനെ വലിച്ച് സ്ട്രെച്ച് ചെയ്തു. അപ്പോഴാണ് ടൈം സ്റ്റാർട്ട് ചെയ്തത്. സോ അറ്റ് t=0 ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാവണം? മാക്സിമം ആവണം. സോ ഈ കേസ് നോക്കിക്കേ, ഈ ഇക്വേഷൻ പ്രകാരം അറ്റ് t=0 സൈൻ 0 എത്രയായി പോവും? 0 ആയിട്ട് പോകും. ദാറ്റ് ഈസ് x= എന്ത് വരും? 0 വരും. സോ അറ്റ് t=0 ഈ ഇക്വേഷൻ പ്രകാരം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാവണം? 0 ആവണം. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണോ? അല്ല. ഇനി ഈ ഇക്വേഷൻ പ്രകാരം നോക്കിയേ, അറ്റ് t=0 എക്സ് എത്ര വരും? cos ωt എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos 0 1 വരും. സോ x=a എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. കാരണം എന്താ, അറ്റ് t=0 ഞാൻ എന്ത് ചെയ്യുക, ഈ ബ്ലോക്കിനെ വലിച്ചു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റാണ്. At t=0 the displacement must be maximum, so I can use the equation x is equal to a cos ωt. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് x is equal to a cos ωt എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. x is equal to a cos ωt എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒമേഗ എത്രയാണ്? ഒമേഗ is equal to π/3 റേഡിയൻ ആണ് അല്ലേ? π/3 അല്ലേ? π/3. ഓക്കെ, π/3 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. സോ ഒമേഗ പറഞ്ഞിട്ടുണ്ട് π/3 റേഡിയൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് എത്രയാ?
മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് നമ്മൾ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ ആൻ എമൗണ്ട് ഓഫ് 0.4 അല്ലേ സ്ട്രെച്ച്ഡ് ബൈ ആൻ എമൗണ്ട് ഓഫ് 0.4 മീറ്റർ അല്ലേ അപ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0.4 ആണ് സോ ഇക്വേഷൻ എങ്ങനെ മാറും സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0.4 ആണ് 0.4 ഇൻറ്റു കോസ് ഓഫ് ഒമേഗ എത്രയാണ് π/6 ഇൻറ്റു ടി കോസ് ഓഫ് π/6 ഇൻറ്റു ടി എന്ന് വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ഇനി ഫസ്റ്റ് കേസ് എടുത്തോ ഇനി ഒന്ന് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കും നമ്മുടെ പെബിളുമായിട്ട് എന്ത് ചെയ്തു കൂട്ടിയിടിച്ചു ക്വസ്റ്റിൽ പറയുന്നുണ്ടല്ലേ സോ if the pebble hits the block at t is equal to 1 second so t is equal to 1 സെക്കൻഡിൽ എന്ത് ചെയ്തു ഈ പേബിളും ഈ പറയുന്ന നമ്മുടെ ബ്ലോക്കുമായിട്ട് എന്ത് ചെയ്തു കൂട്ടിയിടിച്ചു സോ നമുക്ക് ആദ്യം എന്ത് കാണാം at t is equal to 1 സെക്കൻഡിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം സോ at t is equal to 1 second ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വേവ് എത്ര വരും ഡിസ്പ്ലേസ്മെൻറ്റ് x is equal to എന്ത് വരും 0.4 ഇൻറ്റു കോസ് ഓഫ് π/6 ഇൻറ്റു 1 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു കോസ് π/6 കോസ് π/6 ഈസ് എത്ര വരും π/6 അല്ല π/3 അല്ലടാ കോസ് π/3 അല്ലേ കോസ് π/3 ആണേ കോസ് π/3 ഓക്കെ കോസ് π/3 സോ x is equal to 0.4 into cos of π/3 into 1 π/3 വരും cos of π/3 cos π/3 എത്രയാ cos π/3 means cos 60 അല്ലേ cos 60 എത്രയാ cos 60 is equal to sin 30 that is equal to എത്രയാ 1/2 വരും സോ ഇതിൻ്റെ വാല്യൂ എത്രയാ cos π/3 വാല്യൂ 1/2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ that is equal to എന്ത് വരും that is equal to 0.4 into 1/2 0.4 into 1/2 that is equal to 0.2 meter that is equal to 0.2 meter so the displacement of the block is given by at time t is equal to 1 second at time t is equal to 1 second the displacement of the block is given by 0.2 meter എന്ന് കിട്ടി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ 0.2 മീറ്റർ ആണ് അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരും നോക്കിക്കേ ആദ്യം ഒരു അൺസ്ട്രെച്ച് സ്ട്രിങ് ആയിരുന്നു അല്ലേ ആദ്യം ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നു അല്ല ഒരു സ്പ്രിങ് ഉണ്ടായിരുന്നു അത് നീന്നു ആ സ്പ്രിങ്ങിൻ്റെ അൺസ്ട്രെച്ച്ഡ് ലെങ്ത് എത്രയാണ് ക്വസ്റ്റൻ എത്ര പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് 4.8 ആണ് ആ സ്പ്രിങ്ങിൻ്റെ അൺസ്ട്രെച്ച്ഡ് ലെങ്ത് 4.8 ആണ് ഇതിൻ്റെ അൺസ്ട്രെച്ച്ഡ് ലെങ്ത് 4.8 മീറ്റർ ആണ് ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് 0.2 മീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.2 മീറ്റർ ആണ് അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ് 0.2 മീറ്റർ ആണ് സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും ദാറ്റ് ഈസ് 4.8 പ്ലസ് 0.2 ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4.8 പ്ലസ് 0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് കിട്ടി സോ ദ total displacement of the spring from the fixed support നിന്നുമുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് വരും ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ സ്പ്രിംഗ് ഫ്രം ദ ഫിക്സഡ് എൻഡ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് വരും ഇത്രയും ക്ലിയർ ആണോ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ സ്പ്രിംഗ് ഫ്രം ദ ഫിക്സഡ് എൻഡ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് കിട്ടി സോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയില്ലേ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ടത് എന്താ വെലോസിറ്റി ആണല്ലേ നമുക്ക് ഇപ്പുറത്തെ പോർഷനിലേക്ക് പോകും സെക്കൻഡ് പോർഷൻ എന്താ പറയുന്നത് അതേ സമയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് ഒരു പെബിളിനെ ഒരു ബോളിനെ ഞാൻ എന്ത് ചെയ്തു മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു അല്ലേ ഒരു പെബിളിനെ ഞാൻ ഇവിടുന്ന് ഏകദേശം അതേ സമയത്ത് തന്നെ ഞാൻ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു ഒരു പെബിളിനെ ഞാൻ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു എനിക്ക് എന്ത് ചെയ്യാം വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്കതിനെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം അല്ല എനിക്കതിനെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം ഐ ക്യാൻ റിസോൾവ് ദിസ് വെലോസിറ്റി ഇൻ ടു 2 കമ്പോണൻസ് എ പാരലൽ കമ്പോണൻറ്റ് ആൻഡ് എ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഒരു ഹോറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് ഞാനിതിനെ റിസോൾവ് ചെയ്യുന്നു സോ ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും നമ്മുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് വരിക ദാറ്റ് ഈസ് വി ഇത് വി സൈൻ 45 വരും ദിസ് ഈസ് വി സൈൻ 45 ആണ് ഇതെന്ത് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു വി കോസ് 45 ആണ് ദിസ് ഈസ് ഈക്വൽ ടു വി കോസ് 45 ആണ് ഇനി ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ആര് മൂലമാണ് ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് വി സൈൻ 45 മൂലമാണ് കാരണം മുകളിലേക്കുള്ള വെലോസിറ്റി ഏതാ ഈ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റാണ്
സോ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് സൈൻ കമ്പോണൻറ്റ് മൂലവും ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഏത് കമ്പോണൻറ്റ് മൂലമാണ്? കോസ് കമ്പോണൻറ്റ് മൂലമാണ്. സോ നോക്കി നമ്മുടെ ബോഡിയും ഈ ഒബ്ജക്റ്റുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള കാരണക്കാരനെ ആക്ച്വലി ആരാ? കോസ് കമ്പൗണ്ട് അല്ലേ? മുകളിലേക്ക് പോകാനാണോ കൂട്ടിയിടിച്ചേ? അല്ലല്ലോ, നമ്മുടെ ബോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് കൂട്ടിയിടിച്ചത്, ശരിയല്ലേ? കാരണം നേരെ മുകളിലോട്ട് പോയി കൂട്ടിയിടിക്കുമോ? ഇല്ല. ബോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ആയിരുന്നു അല്ലേ? ഇങ്ങനെയാണ് ബോൾ വന്നത്. ബോൾ ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ആരെ പിടിക്കണം? വെലോസിറ്റി അല്ലെ കോസ് കമ്പോണൻറ്റിനെ പിടിക്കണം. വെലോസിറ്റിയുടെ കോസ് കമ്പോണൻറ്റ് പിടിക്കും. കാരണം എന്താ? കോസ് കമ്പോണൻറ്റ് മൂലമാണ് ഇങ്ങോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, ശരിയാണല്ലോ? അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വെലോസിറ്റി ഓഫ് കോസ് കമ്പോണൻറ്റ് എടുക്കുക. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈസ് ഈക്വൽ ടു എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലെ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഒരു ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കണം നോക്കിക്കേ. ഒരു പ്രൊജക്റ്റൈൽ മോഷനാണ്. പ്രൊജക്റ്റൈൽ മോഷനിൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി മുകളിലേക്ക് ഒരേ സമയത്ത് ബോളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ നമുക്ക് എന്താ ഇത് മോഷനെ വേണ്ടേ? നമുക്ക് ബോഡി നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള കാരണക്കാരൻ ആരാ? കോസ് കമ്പോണൻ്റ് അല്ലേ? സോ എന്ത് ചെയ്യുക? നമ്മുടെ കോസ് കമ്പോണൻ്റ് വെലോസിറ്റി എടുക്കുക. സോ ഇതെടുക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? വെലോസിറ്റി കിടന്ന് കൊടുക്കുക. വെലോസിറ്റിക്ക് പകരം വി കോസ് 45 കൊടുക്കുക. വി കോസ് 45 ഇൻറ്റു ടൈം എത്രയാണ്? 1 സെക്കൻഡ് അല്ലേ? സോ 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടിയത്? ഈക്വൽ ടു എത്ര കിട്ടി? 5 കിട്ടി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്റർ ഇസ് ഈക്വൽ ടു വി കോസ് 45 ഇൻറ്റു 1. ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്റർ ഇസ് ഈക്വൽ ടു വി കോസ് 45 ഇൻറ്റു എനിക്ക് വേണ്ടത് എന്താ? വി അല്ലേ? സോ അവിടുന്ന് വെലോസിറ്റി ഓഫ് ദ പെബിൾ ദറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ കോസ് 45. So velocity of the pebble is given by v is equal to 5 divided by cos 45 വരും. cos 45 വാല്യൂ എത്രയാ? 1 by root 2 ആണ്. that is equal to 5 divided by 1 divided by root 2. root 2 മുകളിലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് മാറും. that is 5 into root 2 വരും. that is equal to 5 into root 2 meter per second. 5 into root 2 meter per second. So the velocity of the pebble at t is equal to 1 second is given by 5 root 2 meter per second എന്ന് കിട്ടും. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ഈ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്നുണ്ട്, അതേപോലെ പ്രൊജക്റ്റൈൽ മോഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ഓസിലേഷൻസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ വൃത്തിക്ക് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് പഠിക്കുക. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമ്മുടെ ടൈം കഴിയാനായി. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിക്ക് പഠിക്കുക. നമ്മുടെ ഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.